പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. ഹരിയാണെങ്കിൽ ഗൗരിയുടെ നെറുകെ തലോടി. എന്നിട്ട് എഴുന്നേറ്റ് അവൻ ബാൽക്കണിയിലേക്ക് പോയി. പൂർണ്ണചന്ദ്രനും താരകങ്ങളും അപ്പോഴും അവിടെയുണ്ട്. ഹരിയുടെ മിഴികൾ അറിയാതെ നിറഞ്ഞു തൂവി. സങ്കടവും സന്തോഷവും ഒക്കെ വരുമ്പോൾ തൻ്റെ പാദങ്ങൾ അറിയാതെ ചലിക്കും ഇവിടേക്ക്. ഇവിടെ ഇരുന്ന് തൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറയും. അത് കഴിയുമ്പോൾ ആകെ മനസ്സിന് ഒരു കുളിർമയാണ്. ഇത്ര പെട്ടെന്ന് ഗൗരിയോട് എല്ലാം തുറന്നു പറയണമെന്ന് ഓർത്തിരുന്നില്ല. കാരണം അബിക്കുള്ള പണി കൊടുത്തിട്ട് മതിയെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ ഗൗരിയുടെ സങ്കടം കാണാൻ മേല. അതുകൊണ്ടാണ് പെട്ടെന്ന് അവളോട് തൻ്റെ ഉള്ളം തുറന്നു കാട്ടിയത്. ഗൗരി എഴുന്നേറ്റ് ഹരിയുടെ അടുത്തേക്ക് ചെന്നു. ഹരി, താൻ പോയി കിടക്ക് ഗൗരി, വയ്യാണ്ട് എഴുന്നേറ്റ് നടക്കണ്ട. ഹരി എന്താ ഇവിടേക്ക് വന്നത്? ഞാൻ വെറുതെ. താൻ വാ, കിടക്കാം. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഹരി, പെട്ടെന്നെന്താ വിഷമം? മുഖം ആകെ വാടിയല്ലോ. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഏയ്, ഞാൻ വെറുതെ. ഇല്ലടോ, തനിക്ക് തോന്നുന്നതാ. വാ. അവൾ ഹരിയുടെ കയ്യിൽ പിടിച്ചു. അല്ല, ഹരി വെറുതെ പറയുവാ. എന്താ പറ്റിയതെന്ന് എന്നോട് പറ ഹരി. ഒന്നുമില്ല ഗൗരിക്കുട്ടി, ഹരിയുടെ ഹാപ്പിയല്ലേ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു. പാടോ, നമുക്ക് രണ്ടാൾക്കും കൂടി ഇവിടെ ഇത്തിരി നേരം ഇരിക്കാം. അവൻ അവളെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു. അവിടെ കിടന്നിരുന്ന ചൂരൽ കസേരയിൽ രണ്ടാളും ഇരുന്നു. ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? അതിവിടെയാണ്, അവൻ പറഞ്ഞു തുടങ്ങി. തനിക്കറിയാലോ അല്ലേ എൻ്റെ ലൈഫ് സ്റ്റോറി? അമ്മ എല്ലാ കാര്യങ്ങളും തന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അവൻ ചോദിച്ചതും ഗൗരി മുഖം താഴ്ത്തി. എടോ, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അല്ലെന്ന് ഒരിക്കൽ പോലും തോന്നിപ്പിക്കാതെയാണ് ഇവിടെ എല്ലാവരും എന്നെ നോക്കിയത്. അത്രയ്ക്ക് സ്നേഹമാണ് എല്ലാവർക്കും എന്നോട്. അധികം ആർക്കും ആ സത്യം അറിയില്ല. അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. ഇരു കൈകളും ശിരസിൻ്റെ പിന്നിലേക്ക് പിണഞ്ഞു വെച്ചു. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ ഓർക്കും ഗൗരി. ജീവിച്ച് കൊതി തീരാതെ അവർ രണ്ടുപേരും പോയില്ലേ എന്നെ തനിച്ചാക്കിയിട്ട്. അവരെ ഓർത്ത് ഞാൻ ചിലപ്പോൾ മയങ്ങിപ്പോകും. അപ്പോൾ എന്നെ ആരോ വന്ന് തഴുകി പോകും പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതെൻ്റെ അച്ഛനും അമ്മയുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്നെ ആദ്യം കണ്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ അവരോട് പറയാറുണ്ട്. അവരതൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വെറുതെ ഓരോ തോന്നലുകളാവാം. ഹരിക്ക് അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല ഹരി, ഈശ്വരൻ വിളിക്കുമ്പോൾ എല്ലാവരും പോകും. അതെപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് ആ ശക്തിയാണ്. പിന്നെ ഹരിക്ക് ഒരു കുറവ് പോലും വരുത്താതെ വളർത്തി വലുതാക്കിയവരല്ലേ ഇവിടുത്തെ അച്ഛനും അമ്മയും. അതുകൊണ്ട് ഹരി വിഷമിക്കണ്ട. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോടോ, എനിക്ക് ഞാനൊരു അനാഥനാണെന്നുള്ള തോന്നൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് സ്നേഹനിധിയാണ് എൻ്റെ അമ്മ. ഞാൻ കഴിഞ്ഞുള്ളൂ ഈ ലോകത്തിൽ മറ്റെന്തും എൻ്റെ അച്ഛന്. എൻ്റെ കൂടപ്പിറപ്പുകളല്ല കണ്ണേട്ടനും ഉണ്ണിയേട്ടനും അമ്മാളും ഒക്കെ. ഞാൻ അങ്ങനെയൊന്നും യാതൊന്നും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എല്ലാത്തിനും ഉപരി എൻ്റെ മുത്തശ്ശി, അവരൊക്കെയാണ് എൻ്റെ ലോകം. പക്ഷെ ഗൗരി, എല്ലാ ദിവസവും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കും. ജന്മം തന്ന മാതാപിതാക്കളല്ലേ, അവരെ ഓർക്കാതെ ഒരു നിമിഷം എൻ്റെ ലൈഫിലില്ല. അത്രയും ഉള്ളൂ. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഓർത്തുപോയി ഗൗരി, ഇനി അവരെപ്പോലെ താനും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പോയി. എന്നാലും എല്ലാം എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. തന്നെ അതൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. സോറി ഗൗരി. എനിക്ക് താനില്ലാതെ പറ്റില്ലടോ. ഈ ജന്മം മുഴുവൻ
എനിക്ക് കൂട്ടായി താൻ വേണം. അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഒരു നേർത്ത തേങ്ങലോടെ അവൾ അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് കരഞ്ഞു. ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഗൗരി, എന്താടോ? എന്തിനാ ഇങ്ങനെ കരയുന്നത്? തനിക്ക് വിഷമമായോ? അല്പനിമിഷം കഴിഞ്ഞതും അവൾ കണ്ണുനീർ തുടച്ചു മാറ്റി. പക്ഷെ അപ്പോഴും ഹരിയുടെ നെഞ്ചിലായിരുന്നു അവൾ. ഹരി, നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറന്ന് നമുക്കൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രണ്ടാളും കൂടിച്ചേരാനാണ് ഭഗവാന്റെ നിശ്ചയം. അതിനിങ്ങനെയൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടായെന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആരോടും പ്രണയമൊന്നുമില്ലായിരുന്നു. ഞാനതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഞാൻ ഹരിയെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചു. ഏയ്, അതൊന്നും സാരമില്ല. തൻ്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കൂ. നമ്മൾ രണ്ടാളും പരസ്പരം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പം താൻ എന്നെയും ഞാൻ തന്നെയും മനസ്സിലാക്കിയില്ലേ? താൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളൊക്കെ നെയ്തുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാം. അവൻ തിരികെ അവളെയും പുണർന്നുകൊണ്ട് പറഞ്ഞു. ഗൗരിക്ക് ഒരുപാട് സങ്കടങ്ങൾ തോന്നി. അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അപ്പോഴവൻ്റെ കൈകൾ ഒന്നുകൂടെ അവളിൽ മുറുകി. ഗൗരിയിൽ നിന്നും കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. ഇരു ശരീരങ്ങളുടെ ഇടയിലൂടെ ഒരേ ശ്വാസതാളത്തിൻ്റെ സ്പന്ദനം മാത്രം ബാക്കിയായി. ഹരി അല്പം കഴിഞ്ഞതും അവൾ വിളിച്ചു. എന്താടോ? എന്താ ഒന്നും പറയാത്തത്? ഐ ലവ് യു ടു. പോന്ന്, ഞാനതല്ല ഉദ്ദേശിച്ചത്. പിന്നെ? അല്ല, ഹരിയുടെ പ്ലാൻ എന്താണ്? എനിക്ക് പല പ്ലാനുണ്ട്. നിന്റെ ഈ കാലിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ പറയാം. എല്ലാം ഡീറ്റെയിലായി. അയ്യേ, ഈ ഹരിക്ക് നാണമില്ലേ? എന്തിന്? അവൻ നോക്കിയപ്പോൾ അവളുടെ വദനം നാണത്താൽ പോത്തുലഞ്ഞു. നീ പെണ്ണേ, അതൊന്നും അല്ല കാര്യം. നീ ഇപ്പോഴേ ചുവന്നു കൊടുക്കണ്ട. അതിനുള്ള സമയമായിട്ടില്ല, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു. മനസ്സിലായില്ലല്ലേ എൻ്റെ ഗൗരിക്കുട്ടിക്ക്? ഇല്ല ഹരി. എടോ, നമുക്കൊരു കളി കളിക്കണം. ആ അബിക്കിട്ട് ഒരു പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ലെന്നാകും. അതൊക്കെ ഞാൻ വഴിയേ പറയാം. താൻ വാ, വന്ന് കിടക്ക്. രണ്ടാളും വന്ന് ബെഡിൽ കിടന്നു. തനിക്കും ഹരിക്കും സന്തോഷകരമായ ഒരു ജീവിതം നൽകണമെന്നാണ് ഹരിയോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾ പ്രാർത്ഥിച്ചത്. അടുത്ത ദിവസം കാലത്തെ തന്നെ അമ്മാളു പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. ഒരു ദിവസത്തെ അവധിയെ അവൾക്ക് കിട്ടിയിരുന്നുള്ളൂ. കാലിനെങ്ങനെയുണ്ട് മോളെ? ഹരിക്ക് ചായ എടുക്കാനായി അടുക്കളയിലേക്ക് വന്നതാണ് ഗൗരി. കുഴപ്പമൊന്നും ഇല്ലമ്മേ, ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോവാ. അമ്മ വരുന്നോ കൂടെ? ഗൗരിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ദേവിക്ക് മനസ്സ് നിറഞ്ഞു. നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വാ. അപ്പോഴേക്കും അമ്മാളു കുഞ്ഞിനെ എടുത്ത് അടുക്കളയിലേക്ക് വന്നു. ഗൗരിയെ കണ്ടതും നച്ചു അവളുടെ കയ്യിലേക്ക് ചാടിച്ചെന്നു. അമ്മാളും അവളുടെ കയ്യിൽ നിന്നും ചായ മേടിച്ച് ഹരിക്ക് കൊടുക്കാനായി പോയി. ഗൗരി കുഞ്ഞിനെയും കൊഞ്ചിച്ചുകൊണ്ട് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ നീലിമയുടെ കയ്യിൽ വാവയെ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിൽ പോവാനായി റെഡിയാവാൻ ചെന്നു. ഹരിയാണെങ്കിൽ ഒരു നേവി ബ്ലൂ കളർ കുർത്തയും കസവും മുണ്ടുമുടുത്ത് അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി. ഗൗരി വേഗം തന്നെ ഒരു സെറ്റ് മുണ്ടും എടുത്തുകൊണ്ട് ഒരുങ്ങാനായി പോയി. ഗൗരി, കഴിഞ്ഞില്ലേ? സമയം പോന്നു. 5 മിനിറ്റ്. ഞാൻ ഈ മുടിയൊന്ന് പിന്നിടട്ടെ. അവൾ അല്പം പൗഡർ എടുത്ത് മുഖത്തേക്കിട്ടു. ഒരു ചെറിയ പൊട്ടും അല്പം സിന്ദൂരവും അണിഞ്ഞു. മുടിയും കെട്ടി വേഗം റെഡിയായി. താൻ കണ്ടെഴുതുന്നില്ലേ? ആ കൺമഷി വല്ലാണ്ട് നീറുന്നു. അതുകൊണ്ട് ഞാനതെടുത്ത് കളഞ്ഞു. എങ്കിൽ നമുക്കിറങ്ങാം ഹരി. ഓക്കെ. അവൻ ചാവി എടുത്തുകൊണ്ട് നടന്നു. ഡോറിൻ്റെ അരികിലെത്തിയതും അവൻ അവളുടെ വയറിൽ ഒന്ന് തോണ്ടി. എന്താ? അവൾ നിലവിളിച്ചു. ഇതൊക്കെ ഒന്ന് നേരാവണ്ണം മറച്ചിറങ്ങു പെണ്ണേ, അമ്പലത്തിൽ ഒരുപാട് ആളുകൾ വരുന്നതാ, അവൻ പറഞ്ഞു.
അവൾ വേഗം ഒരു സേഫ്റ്റി പിൻ എടുത്ത് കുത്തിവെച്ചു. ഇപ്പോഴോ ഹരി? കുഴപ്പമില്ല, വാ പോകാം. ഇരുവരും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മേനുവിൻ്റെയും ദേവിയുടെയും മുഖം പ്രകാശിച്ചു. അച്ഛാ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഏറിയാലൊരു 3/4 മണിക്കൂർ. ധൃതിയില്ല മോനെ, നീ പയ്യെ വന്നാൽ മതി, മേനോൻ പറഞ്ഞു. അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടാളും വേഗം തന്നെ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങി. അമ്മ ഇന്ന് ഡിസ്ചാർജ് ആവും ഹരി. ആ, തനിക്ക് പോണോ ഹോസ്പിറ്റലിൽ? ഹരി ഓഫീസിൽ പോകുമ്പോൾ എന്നെ ഒന്ന് വിടാമോ? ഓക്കെ, പോയിട്ട് ഞാൻ വൈകുന്നേരം വരാം. എടോ, തനിക്ക് കാലിന് എന്തെങ്കിലും കുഴപ്പം വന്നാലോ? ഇന്നിനി പോണോ ഗൗരി? ഇപ്പോൾ വേദനയൊന്നുമില്ല ഹരി. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും കൂടി വൈകുന്നേരം പോകാം. എന്നാൽ അങ്ങനെ ചെയ്യാം, അതാ നല്ലത്, ഹരിയും പറഞ്ഞു. അവർ മടങ്ങി വന്നപ്പോൾ അമ്മാളു പോകാൻ റെഡിയായി നിൽക്കുകയാണ്. കണ്ണൻ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മാളു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഹരിക്കുട്ട, തിരക്കുണ്ടായിരുന്നോ? അധികം ആളുകളില്ലായിരുന്നു മുത്തശ്ശി. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, അതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹരിയും അച്ഛനും ഓഫീസിലേക്ക് പോയി. ഗൗരിയാണെങ്കിൽ അമ്മയോട് വൈകുന്നേരം വരാമെന്ന് അറിയിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഗൗരിയുടെ ഫോണിലേക്ക് അബി ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും. അവൾ അബിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഹരിയുടെ നിർദ്ദേശപ്രകാരമാണ് അവളത് അൺബ്ലോക്ക് ആക്കിയത്. ഹരിയെ കളഞ്ഞിട്ട് അവൻ്റെ ഒപ്പം വരാനാണ് അബി പറയുന്നത്. തീർച്ചയായും വരാമെന്ന് അവൾ റിപ്ലൈ കൊടുത്തു. ഒരു വ്യാഴാഴ്ച ഹരി ഓഫീസിൽ വെച്ച് തന്നെ ഗൗരിയോട് പറഞ്ഞു, നമുക്കിന്ന് വൈകിട്ട് അബിയെ കാണാൻ പോകാമെന്ന്. നന്ദുവിനെയും വിളിച്ചറിയിച്ചു ഗൗരി കാര്യങ്ങളൊക്കെ. വീട്ടിലെല്ലാവരോടും അവർ രണ്ടാളും കൂടി ഒരു ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞു. ഹരി വന്നപ്പോൾ ഗൗരി എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിൽപ്പുണ്ട്. അങ്ങനെ 7 മണിയോട് കൂടി അവർ രണ്ടാളും അബിയെ കാണാനായി പുറപ്പെട്ടു. തുടരും.